ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ചെറിയൊരു റൈഡ് വാങ്ങാനൊരു പ്ലാന്. നമ്മളെ RS എടുത്തിട്ടല്ല, വേറെ ടീമിൻ്റെ ഒപ്പമാണ്. അതായത് KTM ടീമുകളാണ്. ഫുള്ള് 390. അത് ഒരു വട്ടം നമ്മൾ ആരും പോയിക്കണേ, ഈ ഷായോഗി പോയിക്കണേ. അപ്പോൾ ആ ടീമിൻ്റെ ഒപ്പം തന്നെയാണ് വീണ്ടും പോണത്. അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കണില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുക്കട്ടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആനാളുടെ ഇടയിൽ എലിക്കുട്ടി പെട്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. എന്തായാലും ഓരോപ്പം എന്തായാലും പിടിച്ചിക്കാൻ പറ്റൂല. അതൊക്കെ നാഗവല്ലി ടീംസാണ്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടൂർ എത്തിക്കണേ. നിലമ്പൂരിൽ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള നമ്മളൊരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അതായത് വണ്ടൂരിൽ നിന്ന് കുറച്ചുള്ളൂ പുള്ളിയുടെ വീട്ടിലേക്ക്. കുറേ കാലമായി റൈഡിങ് കാണലൊക്കെ പോയിട്ട് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പൊള്ളിക്കണം. അപ്പോൾ ആ ഷോപ്പിൽ നിൽക്കുന്ന ടൈമിലാണ് പുള്ളി വിളിച്ചിട്ട് പറയണത് ഒരു നമുക്ക് എന്താ ക്ലബ് 390 മീറ്റപ്പ് ഉണ്ട് ഈ പോരണ പക്ഷേ. അപ്പോൾ ഏതായാലും ഞാൻ റൈഡിങ് കാണുന്ന ഇല്ലാതൊക്കെയല്ലേ, ഓക്കെ ഞാൻ വരാറുണ്ട്. പിന്നെ റൈഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടി കേടും. നമുക്കിനി നമ്മുടെ RS എടുത്തിട്ട് റൈഡ് പോകണം. അതിപ്പോൾ എല്ലാവരും ഓരോ വർക്ക് കൂടെയാണ്. അപ്പോൾ എല്ലാവരും പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ ടീമിൻ്റെ റൈഡ് ഉടനെ ഉണ്ടാവും. ഒരു വാൽപ്പാറ പ്രതീക്ഷിക്കാം. കുറേ കാലം നമ്മുടെ RSൻ്റെ ടീമിൽ പോയിട്ട്. ഒന്നാമെന്ന് വെച്ചാൽ എല്ലാവരും ബിസിയാണ്. ഓരോരുത്തർക്ക് എക്സാമുമായിട്ടും പിന്നെ ജോബിൻ്റെ തിരക്കുകളിലൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റൈഡ് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലഗിരിയാണ്, ഊട്ടി ആ ഭാഗമാണ് നമ്മൾ പിടിക്കാൻ പോകണത്. അപ്പോൾ സ്റ്റേ ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ സൺഡേ ആണ് റൈഡ് പോണത്. അപ്പോൾ ഇനി മൺഡേ ഉള്ളൂ റിട്ടേൺ. സൺഡേ ആയിട്ട് സ്റ്റേ ആയിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ വണ്ടി വെച്ച് ഏകദേശം ഒരു 3 മാസത്തിന് റൈഡിങ് നടന്നുണ്ടാവില്ല. നമ്മൾ വേറെ വണ്ടിയിലായിരിക്കും റൈഡ് പോകണേ. കാരണം വെച്ചാൽ വണ്ടി കുറച്ച് വർക്കുകൾ ചെയ്യാണ്ട്. വണ്ടിൻ്റെ ABSൻ്റെ സെൻസറും കാണലൊക്കെ പോയിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിൻ്റെ ടാപ്പറ്റ് നോയ്സ് വരുന്നുണ്ട്. കുറച്ച് പണിയുണ്ട്. പിന്നെ നമ്മൾ ഫോർക്ക് ആയിട്ടുള്ള പരിപാടിയാണ് USD. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പയറിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വെച്ച് ഇനിയൊരു റൈഡ് ഒരു 3-4 മാസത്തിന് ഉണ്ടാകുന്നതല്ല. പിന്നെ എല്ലാവരും പറയാനുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഒരു പടം തന്നെ ഉണ്ടല്ലോ, ഫുള്ള് നാഗവല്ലി സംഗമം. ഗേറ്റ് ആയി തുറന്നു വരും. ഒയ് ഹൈ. അപ്പോൾ ഒരു 5-6 വണ്ടി ഇപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി ലാസ്റ്റ് പോകുന്നു. രണ്ടാളും ഇറങ്ങാണ്ടായിരുന്നു. നമ്മൾ 5-6 ഫോട്ടോ കിട്ടുന്നുണ്ട്. നമ്മൾ പുള്ളിൻ്റെ ഒപ്പമാണ് പോകുന്നത്. കയ്യിലൊരു കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കത്തി വെള്ളം. അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 5-6 വണ്ടി കൂടി എത്താണ്ട് തോന്നുന്നു. അതുകൊണ്ട് നിലമ്പൂരിലുള്ള ഫർസ റെസ്റ്റോറൻറ്റാണ് എല്ലാവരും ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഇന്നിവിടുന്ന് ഫുഡ് കഴിച്ച് കേക്ക് കട്ട് ചെയ്തിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 24 വണ്ടി അപ്പോൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ റൈഡിൽ ഇതിന് കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൈഡിൽ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി പോകാൻ ഇപ്പോൾ ഏകദേശം ടൈം 8:40 8:30 ആയിരിക്കും. 9 മണിയാവാണ്. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ലൈനപ്പ് ഇട്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു രോമാഞ്ചമാണ്. പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ഫുള്ള് ഒരേ ബൈക്സ് ആകുമ്പോൾ
ഇപ്പോൾ നമ്മൾ RSൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ കുറേ ആൾക്കാർ മെസ്സേജ് നല്ല രസമാണ് പുറത്ത് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോൾ ഇത് വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ റൈഡിന് വലിയ വരി വന്നത്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നിരന്നാണി നിരക്കുകയാണ്. പോലാ ഇപ്പം ഞാൻ പില്ലനായി എടുത്തോ. ഓക്കെ, മോനെ 390 ഓടിച്ച് കിളി മാറി നിൽക്കുകയാണ് ഗൈസ്. പെട തന്നെ പെട. ഇതൊന്ന് തൊട്ടാ 100-ലാണ്. എൻ്റെ മോനെ ആർച്ചൊക്കെ പോണ പോക്ക്. അപ്പം ഇനി നോർമൽ ജെറ്റിൽ അങ്ങനെ പോവാം. എല്ലാവരും ഉണ്ടല്ലോ. സോ ഗൈസ്, അപ്പോൾ എന്തെന്നായാലും റൈഡ് നമ്മൾ പൊളിക്കണം. എല്ലാവരും ഒരുമിച്ച് അത് ലൈനപ്പ് ഇങ്ങനെ പോണത് കാണാം. എന്തൊരു രസമല്ലേ ഇത്. പുറത്തുനിന്ന് കാണുമ്പോഴും ഭയങ്കര ഒരു ഫീലാണ്. കുറച്ച് ടൈപ്പ് ഇവിടെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും വെയിറ്റ് ആക്കുകയാണ്. അതിൻ്റെ അടുത്ത് നേരെ മസനഗുഡി വഴി ഇറങ്ങുക. മസനഗുഡി വഴി ഊട്ടിയിലോട്ട്. ഒരു അപാര ലൈനപ്പ് തന്നെ ഇട്ടത് ഗൈസ്. ഒരു രക്ഷയില്ല. ആ തല മുതൽ ഈ തല വരെ നൈസാണ്. ഫുള്ള് നാഗവല്ലികൾ. ഏതായാലും ഫുൾ ഓൺ ദ ഫുൾ പവർ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഫുള്ള് രോമാഞ്ചാണ്. ഫുള്ള് ലൈനപ്പാണ് ഗൈസ്. ഇനി അങ്ങോട്ട് ഫുള്ള് വെട്ട് വെടിയും പോകുകയാണ്. റൈറ്റ് അല്ലടാ, അവിടുന്ന് റൈറ്റ്.
ഫ്രണ്ട്സ് നമ്മളത് കോഫി എടുക്കാൻ വേണ്ടി സൈഡാക്കിയതാണ്. ഇത് മസനഗുഡി കഴിഞ്ഞിട്ടുള്ള തൊട്ട ചെറിയൊരു ടൗൺ തന്നെ, അതായത് കാഫേ കോഫിഡേ എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളെല്ലാ വണ്ടികളിലൊക്കെ ഇവിടെ കറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കാണുന്ന ഷോപ്പ്, അതായത് കോഫി ഷോപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മളെ മസനഗുഡി ചുരത്തിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്ന റോഡ്. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ. ഒരു രക്ഷയില്ലാത്ത സീനറിയുണ്ട് ഗൈസ്. നമ്മുടെ മെഷീൻസൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നിൽ പോയിക്കൊണ്ട് കുറച്ച് ബാക്കിലുണ്ട്. നമ്മൾ സെൻറ്ററിലാണ്. ഇത് നമ്മുടെ RS8 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഒന്നേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ഓ, വളപൊടിഞ്ഞ് വരുന്ന കാണാൻ എന്ത് രസമാണ്. കോടമഞ്ഞിൽ കുളിച്ചുകൊണ്ടൊരു യാത്ര. എന്ത് രസമാണ് ഗൈസ് ഇതുപോലൊരു എക്സ്പീരിയൻസ്. വീട്ടിലിരുന്നാൽ മതിയോ, ഇറങ്ങി പുറപ്പെട്ടോളൂ. അപ്പോൾ നമ്മുടെ മസനഗുഡി കഴിഞ്ഞ് ഊട്ടി റോഡുള്ള റോഡിനാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഊട്ടി വണ്ടിയൊക്കെ സൈഡാക്കി ഒന്ന് പിക്കടിക്കണം. അപ്പോൾ എല്ലാവരും വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡാക്കി ഓരോരുത്തരും ഓരോ വഴിയിൽ പിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പൊള്ളിച്ചടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വ്ളോഗും ചെയ്തെടുക്കുകയാണ്. അവിടെ കുറച്ചുണ്ട്, അതിൽ തന്നെ ഇവിടെ പോകുന്നുണ്ട്. ഇനി കുറച്ചുകൂടി വരാണ്ട്. ഇനിയൊരു ഏകദേശം ഒരു 10-12 വണ്ടി കൂടി വരാണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഊട്ടി എത്തിയിട്ടില്ല, ഊട്ടിക്ക് എത്തണം. മസനഗുഡി കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കും. ഇപ്പോൾ മസനഗുഡി കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. സോറി, മസനഗുഡി ചുരം കഴിഞ്ഞിട്ട് 3 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഊട്ടിക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററിനോളം ഉണ്ട്. എന്ത് രസമാണെന്ന് അറിയാം. ഈ ഒരു ലൈനപ്പ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഫുള്ള് KTMൻ്റെ ലൈനപ്പ്. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിരിക്കുന്നു ഗായ്സ്. നല്ല തണുപ്പുണ്ടോ.
ഹലോ ഗായ്സ്, ഇതാണ് ക്ലബ് 390യുടെ മീറ്റപ്പ്. ഇത് നമ്മുടെ ആഷിഖ് ഭയ്യ. അതാരാ? ഇത് ആത്മദേവ്, ഇത് ലുട്ടു, പിന്നെ ഇതാ താരം നമ്മുടെ അഡ്മിൻ ഭയ്യ, ഫോട്ടോഗ്രാഫി ഗ്രാവിറ്റി. പിന്നെ നമ്മുടെ സാറ് ടോക്സിക് അണ്ണൻ. ഹലോ ഗായ്സ്, എല്ലാവരും ഹായ് പറയൂ ഗായ്സ്. കേക്ക് തിന്നാൻ വേണ്ടി 100-400 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നൊരു കഴുതയെ കണ്ടു.